ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ രേവതീനെ അച്ചമ്മ വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി പൊട്ടി കരയാണ് കേട്ടോ. അച്ചമ്മേ, എനിക്ക് വയ്യ അച്ചമ്മേ, ഞാൻ അങ്ങോട്ടേക്ക് വന്നോട്ടെ അച്ചമ്മേ എന്നിങ്ങനെ ചോദിച്ചു. അത് പിന്നെ മോൾക്ക് എന്താ പറ്റിയത്? മോൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അത് പറ. അത് പിന്നെ അച്ചമ്മേ, എനിക്കിവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അച്ചമ്മേ. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ടേക്ക് വന്നോട്ടെ അച്ചമ്മേ, പ്ലീസ് അച്ചമ്മേ, അച്ചമ്മയുടെ അടുത്ത് വന്ന് താമസിച്ചോട്ടെ അച്ചമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ കലാവതി ആണെങ്കിലും മോളെ എന്താ കാര്യം പറ, എന്താ പറ്റിയത്? എന്താ സച്ചി വല്ല വഴക്കും പറഞ്ഞോ? ഹേയ്, അദ്ദേഹം ഇപ്പം എന്നെ വഴക്ക് പറയാറില്ല. എങ്കിൽ പിന്നെ എന്താ പറ്റിയത് നിനക്ക്? ചന്ദ്ര വല്ലതും പറഞ്ഞോ മോളോട്? അതെ അമ്മേ, എന്നെ അമ്മയ്ക്ക് കണ്ടുകൂടാ അച്ചമ്മേ. ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഓഹോ, അവൾ അത്രയ്ക്കായോ? ഇവിടെ വന്നപ്പം അവൾ ഭയങ്കര നല്ലവളായിരുന്നല്ലോ. ഇപ്പം അവൾ പഴയതുപോലെ തന്നെ ആയല്ലേ? എന്താ അവൾ മോളെ പറഞ്ഞത്? ഞാൻ കാരണോ വീട്ടിൽ അനർത്ഥം ഉണ്ടാകുന്നതെന്നും വീട്ടിൽ കാശ് നിൽക്കാത്തതിന് കാരണം ഞാനാണെന്നും ഞാൻ കാരണം ഈ വീട് മുടിയുമെന്നും ഞാൻ രാശിയില്ലാത്തവളാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ കാരണം ഈ വീട്ടിൽ അന്നത്തിന് പോലും വകയില്ലെന്നും ഒക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ എങ്ങനെയാ അച്ചമ്മ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ കഞ്ഞി ഇടാനോ അരി ഇടാൻ പോലും എന്നെ സമ്മതിക്കുന്നില്ല. ഞാനിവിടെ അരി കിട്ട് കഴിഞ്ഞാൽ ഈ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവും എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. ഞാൻ അവിടെ വന്നപ്പം അച്ചമ്മ എന്നെ മഹാലക്ഷ്മി എന്ന് വിളിച്ചിരുന്നില്ലേ? വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞില്ലേ? പക്ഷേ ഇവിടെ എന്തൊക്കെയാ എന്നെ പറയുന്നത്? ഇവിടെ ഞാൻ രാശിയില്ലാത്തവളും ദാരിദ്ര്യം പിടിച്ചവളും ഞാൻ മൂദേവിയൊക്കെയാണ്. ഞാൻ എന്താ അച്ചമ്മയെ ചെയ്യേണ്ടത് എനിക്കറിയില്ല. സത്യം പറഞ്ഞ കുറ്റപ്പെടുത്തൽ കേട്ട് ഞാൻ മടുത്തു. മോളെ, നീ കരയല്ല. നീ മഹാലക്ഷ്മി തന്നെയാ, എൻ്റെ വീട്ടിൽ കയറി വന്ന മഹാലക്ഷ്മി. നീ മഹാലക്ഷ്മി ആയിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കർപ്പൂരവാസന കഴുതയ്ക്കറിയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെയാണ് നിൻ്റെ അമ്മ. എത്ര നല്ലത് കണ്ടാലും അവൾക്കറിയില്ല അവളാര് വലിയ രാശിക്കാരിയാണോ. വീട്ടിൽ വലത് കാലേ വെച്ച് കയറി ആ ദിവസം തന്നെ എന്നെയും എൻ്റെ മോനെയും രണ്ടു വഴിക്കാക്കാൻ നോക്കിയ അവളാണോ രാശിക്കാരി? അവൾ പറയുന്ന ഒന്നും മോളെ കാര്യമാക്കണ്ട. ഒരു കാതിലൂടെ കേട്ടിട്ട് മറ്റേ കാതിലൂടെ വിടുക. എത്ര നാളായി അച്ഛമ്മ ഇത് തുടങ്ങിയിട്ട്? കേട്ടിട്ട് കേൾക്കാത്തതുപോലെ ഞാൻ എത്ര നാളിങ്ങനെ നടക്കും? മോക്കിതൊക്കെ രവിയോട് പറയത്തില്ലായിരുന്നോ? അവൾ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയേനെ. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മ അതിൻ്റെ പേരിൽ വീണ്ടും ഞാൻ വഴക്ക് കേൾക്കേണ്ട വരില്ലേ? അമ്മയോട് പറയണമെന്ന് ഞാൻ കരുതിയതാ. പക്ഷെ എൻ്റെ അമ്മേനെ വിളിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത വിഷമമായി പോവും. അല്ലെങ്കിൽ തന്നെ വിഷമത്തിലെ എൻ്റെ അമ്മ. എൻ്റെ സങ്കടം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്തിനാ അമ്മേനെ വിഷമിപ്പിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പോലും പറയാതിരിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ അമ്മ സ്നേഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ അച്ഛമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്തോ അച്ചമ്മയോട് പറഞ്ഞാൽ എന്തോ ആശ്വാസമൊക്കെ കിട്ടുമെന്ന് കരുതി പറഞ്ഞതാ. എന്ത് വേണമെന്ന് എനിക്കറിയില്ല അച്ചമ്മ. ഞാൻ എന്താ ചെയ്യേണ്ടത്? മോളെ, സ്നേഹമില്ലാത്തവൾ എന്തും പറയും. അത് കേട്ടോണ്ട് മോള് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്നോട് പറയുന്നതിൻ്റെ ഇരട്ടി തിരിച്ചു പറയണ്ടേ? ഹേയ് അച്ചമ്മേ, ഞാൻ എന്തു പറഞ്ഞാലും സഹിക്കും. ഞാൻ വന്നതിന് ശേഷമാണ് വീട് മുടിഞ്ഞു പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല അച്ചമ്മേ. ഞാൻ എന്താ ചെയ്യേണ്ടത്? മോളെ, ഞാനൊരു കാര്യം പറയാം. നീ ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ കാലെടുത്ത് വെച്ചതിന് ശേഷം ആ പാട്ടപ്പടം കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വിളവും ഒക്കെ കിട്ടിയത് വീട്ടിൽ വന്ന മഹാലക്ഷ്മി തന്നെയാണ് നീ. എങ്കിൽ പിന്നെ അച്ചമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല അച്ചമ്മേ. ഞാൻ അങ്ങോട്ടേക്ക് വന്ന് താമസിച്ചോട്ടെ. മോളെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വന്നോ. പക്ഷേ അത് നിൻ്റെ അമ്മായിയമ്മേനെ പേടിച്ചിട്ടാകരുത്. നീ അവിടെ തന്നെ നിൽക്കണം, നീ അവിടെ തന്നെ ജീവിക്കണം. അച്ചമ്മ എന്താ അച്ചമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറയുന്നത് കേൾക്ക്. അവൾ പറഞ്ഞതിൻ്റെ ഇരട്ടി മോള് തിരിച്ചു കൊടുക്കണം. അങ്ങനെയാ ചെയ്യേണ്ടത്. ഇല്ലച്ചമ്മേ, അതിനെനിക്ക് കഴിയില്ല അച്ചമ്മേ. ശരി, എങ്കിൽ മോള് വിട്. ഇനി മുതൽ അവൾ നിന്നെ ഒന്നും പറയില്ല. ആ കാര്യം ഈ അച്ചമ്മ ഏറ്റു. അല്ല അച്ചമ്മ, എന്നെ കുറ്റപ്പെടുത്തുന്നതിലും കരയിക്കുന്നതിലും ഒക്കെയാ അച്ചമ്മ അമ്മയ്ക്ക് സന്തോഷം. എനിക്ക് അറിയില്ല അച്ചമ്മ, ഞാൻ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കും? മോളെ, ഞാൻ പറഞ്ഞു, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാനാ വാക്ക് തരുന്നത്. ഇനി മോളുടെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണീര് വരില്ല. ധൈര്യമായിട്ട് മോള് ജോലി ചെയ്തോ, അച്ചമ്മ വിളിച്ചോളാം. മോള് ധൈര്യമായിട്ടിരിക്കുക.
എന്താണെന്ന് അറിയില്ല അച്ഛമ്മ. അച്ഛമ്മയോട് വിളിച്ചപ്പം എനിക്ക് കുറച്ച് ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ശരി അച്ഛമ്മ, ഞാൻ ഫോൺ വയ്ക്കുക. മോള് ഫോൺ വെച്ചോ. മോള് സമാധാനമായിട്ടിരിക്കും കേട്ടോ. ഈ അച്ഛമ്മ കൂടെ ഉള്ളപ്പം മോള് സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. മോള് ഫോൺ വെച്ചിട്ട് നേരെ പണിയാൻ പൊക്കോ, അടുക്കളയിലേക്ക് പൊക്കോ. അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ രേവതി ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ചോട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുമല്ലേ? എന്തൊരവസ്ഥയാണല്ലേ. നമ്മളൊക്കെ എത്ര ഭാഗ്യമാരാണ്. ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇതേ സമയം നമ്മുടെ രവീന്ദ്രനെ കാണിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ വീട്ടുമുറ്റത്തല്ല ഉമ്മറത്തൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി കയറി വരിക. അപ്പോൾ സച്ചിയുടെ ഈ മാറ്റമൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രന് വല്ലാത്ത ഇഷ്ടമാണ്. അപ്പോൾ സച്ചിയുടെ കയ്യിലൊരു കവറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, എന്താ കവറൊക്കെ ആയിട്ട്? അതൊക്കെ ഉണ്ട്. എന്താ രേവതി എവിടെ പോയച്ചാ? അവൾ മുകളിലുണ്ട്. ഇത് പറഞ്ഞിട്ട് ഉടനെ നമ്മുടെ സച്ചി രേവതിയുടെ അടുത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. മേളിലേക്ക് കയറി പോവുകയാണ്. രവീന്ദ്രനെ നോക്കി നിന്നു. കുറച്ചു നേരം നോക്കി നിന്നു. എന്തോ ഒരു പന്തികേടുണ്ട്. എന്നത്തെ പോലെയൊന്നും അല്ല. ഒരു കവറൊക്കെ ആയിട്ടാണല്ലോ. അങ്ങനെ രേവതിനെ കണ്ടു. രേവതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കണ്ണൊക്കെ അങ്ങ് തുടച്ചു കേട്ടോ രേവതി. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് എന്താ പറ്റിയത്? ഞാനൊരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഉള്ളതെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ കയ്യിൽ വിരലുണ്ടാകും. വേറെന്താ ഉള്ളത്? ഓ, നീ എന്നെ കളിയാക്കുവാണല്ലേ. ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് നീ പറയേ. അയ്യോ, അതെനിക്കെങ്ങനെയാ അറിയാമെന്ന്? എനിക്കറിയില്ല. നീ ഒന്ന് ഗസ് ചെയ്യേ, ഊഹിച്ച് പറയാൻ. പൂവാണോ? ഓ, പൂ കെട്ടുന്നത് നിനക്ക് പൂ മേടിച്ചോണ്ടിരുന്ന എനിക്ക് എൻ്റെ ഭ്രാന്താണോ? വേറെ ഇനിയിപ്പോൾ എന്തെങ്കിലും കറി മേടിച്ചിട്ട് വന്നോ ഉച്ചഭക്ഷണത്തിന്? താനുണ്ടാക്കുന്ന കറിയേക്കാൾ രുചിയുള്ള കറി പുറത്തു വാങ്ങാൻ കിട്ടുമോടോ? അതും കൊണ്ട് കറിയൊന്നുമല്ല. ഇത് നിനക്കിഷ്ടമുള്ള വേറെ ഒന്നുകൂടെ ആലോചിച്ച് നോക്കാം, എന്നിട്ട് പറ. എനിക്കിഷ്ടമുള്ളതോ? എനിക്ക് എന്തിനോടാ ഇഷ്ടമുള്ളതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെയല്ലേ, അപ്പം നിനക്ക് പറയാൻ പറ്റില്ല രേവതി? എങ്കിൽ പിന്നെ നീ കണ്ണടയ്ക്ക. കണ്ണടയ്ക്കാനോ? എന്തിന്? കണ്ണടയ്ക്കാനല്ലേ പറഞ്ഞത്. അപ്പം നമ്മുടെ രേവതി അങ്ങ് കണ്ണടച്ചു കേട്ടോ. കണ്ണടച്ചപ്പോൾ പതുക്കെ നമ്മുടെ സച്ചി കവറിൽ നിന്ന് ഒരു ചെറിയ ടിന്നെടുത്തിട്ട് അതിൻ്റെ അടപ്പ് തുറന്നിട്ട് അതങ്ങ് മുന്നിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, മണം പിടിച്ച് പറ ഇതെന്താണെന്ന്. മണം പിടിക്കാൻ ഞാനെന്താ പട്ടിക്കുട്ടിയാണോ? കളിക്കല്ലേ രേവതി, പറ എന്താണെന്ന് മണം പിടിക്കുക, എന്നിട്ട് പറ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി നന്നായിട്ട് ഇങ്ങനെ വണുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് പാൽഗോവ? എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ കണ്ണ് തുറന്നു, അത് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി ആ പാൽഗോവ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്ത സന്തോഷമായിട്ടോ. അതെ, നീ കഴിച്ചോ? എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിക്കേ, അച്ഛനും കൊടുക്കണം കേട്ടോ. അല്ല, നീ അച്ഛമ്മേൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും പാൽഗോവ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചതെന്ന് പറഞ്ഞു. കഴിച്ചു നോക്കുക എന്ന് പറഞ്ഞ് ഒരു പീസ് എടുത്ത് നമ്മുടെ രേവതിയുടെ വായ്ക്കകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ രേവതിക്കൊരു വല്ലാത്തൊരു ഇതായിപ്പോയി. കാരണം രേവതി ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ. ഇങ്ങനെ വായ്ക്കകത്ത് നമ്മുടെ സച്ചി ആരും പറയാതെ, അച്ഛമ്മ പറഞ്ഞിട്ട് വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്, ആരും പറയാതെ ഇങ്ങനെ സ്വീറ്റ്സൊക്കെ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു എന്തോ സന്തോഷം. അങ്ങനെ അത് കഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അല്ല നിങ്ങൾക്ക് വേണ്ടേന്ന് ചോദിച്ചു. എനിക്ക് വേണ്ട, നീ കഴിച്ചാൽ മതി. അത് പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു പീസ് നമ്മുടെ സച്ചിയുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. സച്ചി അത് കഴിച്ചു കേട്ടോ. വല്ലാത്ത സന്തോഷം നിറഞ്ഞൊരു നിമിഷം തന്നെയായിരുന്നു അത് നമ്മുടെ രേവതിക്ക്. അങ്ങനെ രണ്ടുപേരും കണ്ണിലൊക്കെ നോക്കി അതൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സീനാട്ടോ കാണുന്നത്. അടിപൊളി സീനാട്ടോ. എന്നിട്ട് രേവതി പറഞ്ഞു, അച്ഛനും കൊടുക്കണ്ടേ? അച്ഛനും കൊടുക്കാം, ബാ ഇങ്ങോട്ട് ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അത് മേടിച്ചിട്ട് നേരെ നമ്മുടെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് പോയി. രവീന്ദ്രനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, രവീന്ദ്രൻ എപ്പോഴും ചന്ദ്രയുടെ കാര്യം ചിന്തിക്കാനേ നേരമുള്ളൂ. ഈ ചന്ദ്രനെ എങ്ങനെ മെരുക്കാമെന്നായിരിക്കും ചിന്തിക്കുന്നത്. രവീന്ദ്രൻ വിചാരിച്ചാൽ സിമ്പിളായിട്ട് മെരുക്കാമെന്ന് രവീന്ദ്രൻ അറിയില്ലല്ലോ. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ അവിടെ ഇരിക്കുമ്പോൾ സച്ചി ഇറങ്ങി വന്നു. രേവതി വന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു, രേവതി നീ തന്നെ അച്ഛനെ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, അല്ല ഇതെന്താ? പാൽഗോവ എന്ന് പറഞ്ഞു. അപ്പോൾ പാൽഗോവയോ? അതെ. എന്ത് പറ്റി? ഇതിപ്പോൾ നീ മേടിച്ചത്? അതെ, രേവതിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. അച്ഛമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛമ്മ അവൾക്ക് മേടിച്ചു കൊടുത്തു. എൻ്റെ അച്ഛ, ഒരു ഇരിപ്പിൽ ഇവൾ എത്ര എണ്ണ തിന്നതെന്നറിയാമോ? ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് അങ്ങോട്ട് സുഖിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, ഇവള് കഴിക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു അച്ഛമ്മ. അപ്പോൾ അച്ഛമ്മയോട് പറഞ്ഞു, ഇത് ഭയങ്കര ഇഷ്ടമാണെന്നും ഇത് എത്ര കിട്ടിയാലും കഴിക്കുന്നൊക്കെ അവൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ കടയിൽ കയറിയപ്പോൾ കണ്ടു,
അപ്പം പിന്നെ ഞാൻ ഒട്ടും നോക്കിയില്ല, ഇങ്ങ് മേടിച്ചുകൊണ്ട് ഇങ്ങ് വന്നു. അവളുടെ സന്തോഷമല്ലേ, അവൾ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ആ ഒരു പാൽഗോവ ഇങ്ങനെ വെച്ച് നീട്ടിയിട്ട് എന്താ കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് രേവതിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുക. അപ്പോൾ സജ്ജി വെച്ച് ഇതെന്ത് പറ്റി നിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്, കണ്ണെന്താ ചുമന്നിരിക്കുന്നത്, എന്താ നിനക്ക് പറ്റിയത്, എന്താ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഹേയ് ഒന്നുമില്ല. ഒന്നുമില്ലാണ്ടാണോ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? നീ വെറുതെ പറയരുത്. അല്ല നീ കരഞ്ഞ പോലെ ഉണ്ടല്ലോ. അത് പിന്നെ ഇല്ല, ഞാൻ കരഞ്ഞൊന്നുമില്ല. നീ നുണ പറയരുത്. അല്ല നിന്നെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്നാണ് ഞാൻ ചോദിച്ചത്, അതെനിക്കറിയണം എന്ന് പറഞ്ഞു. നമ്മുടെ ചന്ദ്രനെ നോക്കിയിട്ടാട്ടോ സച്ചി ചോദിക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മുടെ സച്ചി പറഞ്ഞു, നിന്നോടാ ചോദിച്ചത്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതെന്നോട് പറയണം. ഇല്ല, ആരും ഒന്നും പറഞ്ഞില്ല. കണ്ണിലെ ഒരു കരട് പോയിരുന്നു അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം, അതുകൊണ്ടാണ് കണ്ണ് ചുമന്നിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ രേവതി? ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടല്ലേ ചെയ്യേണ്ടത് ജോലിയൊക്കെ? അപ്പം രവീന്ദ്രൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, കണ്ണടച്ചിട്ടാണോ ജോലി ചെയ്യേണ്ടത്? കണ്ണ് തുറന്നിട്ടല്ലേ ജോലി ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കും, അത് സ്വാഭാവികം എന്ന് പറയുമ്പം സച്ചി പറഞ്ഞു, എങ്കിൽ പിന്നെ രേവതി നീ ഒരു കാര്യം ചെയ്യുക, കണ്ണ് തുറന്ന് പിടിച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അടിച്ച് കഴുകുക, അപ്പോൾ പൊക്കോളും. അച്ഛമ്മ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങ് വന്നേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് കണ്ണിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതിയുടെ കരട് വല്ലതും കിടപ്പുണ്ടോന്ന്. സത്യത്തിൽ നമ്മുടെ രേവതിയോട് എന്താ പറയുക, സച്ചിക്ക് സ്നേഹമാണോ കരുതലാണോ എല്ലാം പതുക്കെ ഒന്നായി തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞില്ല, കണ്ണിലൊന്നും കാണുന്നില്ലല്ലോ, കണ്ണിൽ എന്തെങ്കിലും കാണണ്ടതാണല്ലോ. ഇതെന്ത് പറ്റി, കരട് തന്നെ വീണതാണോ, അതോ ഇനിയിപ്പം ആരെങ്കിലും ഇവിടെ നിന്നെ ഹേയ് ഇല്ല എന്നെ ആരും ഒന്നും പറഞ്ഞില്ല എന്നിങ്ങനെ പറഞ്ഞു. പറഞ്ഞില്ലെങ്കിൽ കൊള്ളാം, അത്ര തന്നെ, കരട് വീണത് തന്നെയാ. എങ്കിൽ പിന്നെ ശരി നീ ഭക്ഷണം എടുത്ത് വെക്കുക, എനിക്ക് വിശക്കുന്നു. ഭക്ഷണം ഒന്നും റെഡിയായിട്ടില്ല. റെഡിയായിട്ടില്ലെന്നോ? ഇത്രയും നേരം നീ എന്തെടുക്കുമായിരുന്നു? ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുന്നു എന്നോട് പറഞ്ഞതല്ലേ. അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയുടെ മുഖത്തേക്ക് ഇങ്ങനെ രേവതി നോക്കി. അപ്പോഴത്തേക്കും സച്ചി ചന്ദ്രനെ നോക്കിയിട്ട്, ഇന്ന് അടുക്കള ഭരണം ആർക്കായിരുന്നെന്ന് മനസ്സിലായി. വെറുതെ അല്ല വൈകിയത്, കരുതിക്കൂട്ടി വൈകിച്ചതായിരിക്കും ഞാൻ കഴിക്കാതിരിക്കാൻ വേണ്ടി. അതാണല്ലോ ഇവിടെ പതിവ്. എനിക്ക് മനസ്സിലായി. ഓട്ടമുണ്ട്, ഞാൻ പോവാ രേവതി. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതെ കഴിച്ചിട്ട് പോടാ. അപ്പം നമ്മുടെ രേവതിയും പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കിത്തരാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, വേണ്ട ഞാൻ പുറത്ത് പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങ് പോയി. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യുക, അകത്ത് പോയി അടുക്കളയിൽ പോയി വല്ലതും ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് അടുക്കളയിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അതേ രേവതി നീ അവിടെ നിൽക്കുക, ഞാൻ അടുക്കളയിൽ അരി എടുത്ത് വെച്ചിട്ടുണ്ട്, അരിപാത്രത്തിൽ നീ തൊട്ടു പോകരുതെന്ന് പറഞ്ഞു. ഏതായാലും രേവതി ഇത് കേട്ട് പാതി കേൾക്കാത്ത പാതി അങ്ങ് പോയി. അങ്ങനെ ചന്ദ്ര അവിടെ നിൽക്കുക. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, രേവതിയുടെ നല്ല മനസ്സ് നീ കണ്ടോ? സച്ചിയോടെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ 2 കഷ്ണമാക്കിയേനെ ചന്ദ്ര ഇന്ന്. കണ്ണിലെ കരട് വീടെന്ന് പറഞ്ഞ് അവൾ നിന്നെ രക്ഷപ്പെടുത്തി. സത്യം പറഞ്ഞായിരുന്നെങ്കിൽ അറിയാലോ, ഇവിടെ ഒരു വലിയ യുദ്ധം നടന്നേനെ. ഇതൊക്കെ അവളുടെ നല്ല ഗുണം. കണ്ടു പഠിക്ക്. നീ ആഗ്രഹിക്കുന്നത് പോലെ പണവും സമ്പത്തും ഒന്നും അവൾക്കില്ലെങ്കിലുമേ അവൾക്കേ നല്ലൊരു മനസ്സുണ്ട്, അത് നിനക്കറിയില്ലല്ലോ. അത് കാണാതെ അവളെ കരയിച്ചാലുണ്ടല്ലോ അതിൻ്റെ ഇരട്ടിയായിട്ട് നിനക്ക് തിരിച്ചു കിട്ടും, അതുറപ്പാ. നീ മറക്കണ്ട ചന്ദ്രേ, ദൈവം എല്ലാം നോക്കി വെച്ചിരിക്കുക. ദൈവം വലിയവനാണെന്ന് നീ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയിട്ടോ. ചന്ദ്രയാണെങ്കിൽ ഇത് നോക്കി പല്ലു ഉരുമിയിരിക്കുകയാണ്. എവിടെന്ന് ചന്ദ്രയോട് പറഞ്ഞാൽ ചന്ദ്രയ്ക്ക് വല്ലതും മനസ്സിലാവുമോ? ഏതായാലും അടുക്കള ചെന്ന് നിന്ന് വീണ്ടും നമ്മുടെ രേവതി കരയുകയാണ് കേട്ടോ. സഹിക്കാൻ പറ്റത്തില്ല രേവതിക്ക്. അങ്ങനെ അങ്ങോട്ടേക്ക് നമ്മുടെ രവീന്ദ്രൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രനെ കണ്ടത് പെട്ടെന്ന് കണ്ണു തുടച്ചപ്പോഴത്തേക്ക് രവീന്ദ്രൻ്റെ അടുത്തേക്ക് കയറി വന്നു. അടുത്തേക്ക് വന്നിട്ട്, മോളെന്താ ഇവിടെ നിന്ന് കരയുന്നത്? മോൾ കരയൊന്നും വേണ്ട കേട്ടോ, നിൻ്റെ കണ്ണീര് ഞാൻ കാണുന്നുണ്ട്. അത് ഞാൻ മാത്രമല്ല ദൈവവും കാണുന്നുണ്ട്. എത്ര തുടച്ചാലും നിൻ്റെ കണ്ണീന്ന് പോവില്ലെന്നും അറിയാം. ചന്ദ്രൻ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടെന്നും അറിയാം. ഞാൻ അവളോട് ചോദിക്കുന്നൊക്കെയുണ്ട്, പക്ഷേ ചോദിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ അച്ഛന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നായുടെ വാല് 12 കൊല്ലം കുടലിലിട്ടാലും നേരെയാവില്ലല്ലോ. അത് തന്നെ. പിന്നെ ചന്ദ്ര പറയുന്നൊന്നും മോള് കാര്യമാക്കണ്ട കേട്ടോ. മോൾക്കറിയാലോ അവളുടെ സ്വഭാവം അങ്ങനെയായിപ്പോയി. അത് അവൾക്ക് മാറ്റാനും കഴിയില്ല. നമ്മൾ വിചാരിച്ചാലോട്ട് അത് മാറുകയില്ല.
ആ അവളെ വിട്ടേക്ക്, അവളെ മോള് മൈൻഡ് ചെയ്യണ്ട, മോളുടെ കാര്യം നോക്കുക. മോള് എന്തായാലും സച്ചിയുടെ മനസ്സ് കണ്ടല്ലോ, സച്ചിയുടെ മനസ്സ് നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അവൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്, നിനക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് ഇല്ലേ? അത് തന്നെ വലിയ കാര്യമായിട്ട് മോള് കാണണം. അവൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. ചെറുതാണെങ്കിലും മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ അവൻ മേടിച്ചുകൊണ്ട് വരുന്നില്ലേ? മോളുടെ കണ്ണ് നിറയുന്നത് കണ്ടിട്ട് അവൻ ചോദിച്ചില്ലേ? ഇതൊക്കെ വലിയ സന്തോഷം തരുന്ന കാര്യമല്ലേ മോൾക്ക്? അതും കൊണ്ട് മോള് അതൊക്കെ ഓർക്ക്, നമ്മുടെ സങ്കടങ്ങളങ്ങ് മാറ്റി വെച്ചിട്ട് ആ സന്തോഷമൊക്കെ ഓർക്ക്. അവൻ്റെ ഈ മാറ്റത്തിൽ മോള് സന്തോഷിക്കുക ചെയ്യേണ്ടത്. അവൻ നന്നായിട്ട് മാറിക്കഴിഞ്ഞു. എല്ലാം നല്ലതുപോലെ തന്നെ നടക്കും മോളുടെ ജീവിതത്തിൽ. നീ ചന്ദ്രയുടെ കാര്യങ്ങൾ എല്ലാം വിട്ടേരെ, സച്ചിനെക്കുറിച്ച് മാത്രം ഇനി ഓർത്താൽ മതി കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ അമ്മായിയമ്മ പറയുന്നത് കേട്ടേ, കരഞ്ഞു തീർക്കാനുള്ളതല്ല ഈ ജീവിതം, താലി കെട്ടിയവൻ്റെ ഒപ്പം സന്തോഷിച്ച് ജീവിച്ച് തീർക്കാനുള്ളതാണ് ഈ പറയുന്ന നമ്മുടെ ജീവിതം. അതുകൊണ്ട് വിഷമിക്കാതിരിക്കുക മോള്, വിഷമിക്കാതെ. നിൻ്റെ കൂടെ സച്ചിയുണ്ട്, ഈ അച്ഛനുണ്ട്, അച്ഛമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ എന്തിനാ മോള് സങ്കടപ്പെടുന്നത്? ഇല്ലാത്തത് ആ ചന്ദ്ര മാത്രമല്ലേ? ദേ പോകാൻ പറയാം അവളോട്. അവളുടെ കാര്യം ഓർത്തിട്ട് ദേ കരഞ്ഞു തീർക്കാറുള്ളതാണോ മോളുടെ കണ്ണുനീര്? ഇനി ദേ അങ്ങനെ ചെയ്യരുത് കേട്ടോ. മോള് കണ്ണ് തുടയ്ക്കാൻ പറഞ്ഞു. രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാട്ടോ ഇത് കേട്ടപ്പോഴത്തേക്കും. അപ്പോൾ രേവതി ഇങ്ങനെ കണ്ണ് തുടച്ചു. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, മോള് സന്തോഷത്തോടെ ഇരിക്കട്ടോ, മോള് വിഷമിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആശ്വാസ വാക്കുകളൊക്കെ നമ്മുടെ രേവതിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ രാത്രിയായി ഒരു ഓട്ടം മുറ്റത്ത് വന്നു. രേവതി ചെന്ന് നോക്കിയപ്പോൾ ദാ വരുന്നു നമ്മുടെ അച്ചമ്മ. സന്തോഷത്തോടെ ഓടി ചെന്നിട്ടോ, ഇതാരാ അച്ചമ്മയോ? എനിക്ക് വേണ്ടി ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ദേ കരയാനല്ലാട്ടോ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്, നിന്നെ സന്തോഷത്തോടെ ഇവിടെ ജീവിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനുള്ളൊരു വഴി ഉണ്ടാക്കിയിട്ടേ ഈ അച്ചമ്മ ഇവിടുന്ന് പോകത്തുള്ളൂ. ദേ മോള് സങ്കടപ്പെടുകയൊന്നും വേണ്ടാട്ടോ, മോള് വിളിച്ച് പറഞ്ഞതും ഈ അച്ചമ്മയ്ക്ക് സമാധാനം കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയും വന്നു കേട്ടോ. സച്ചിയുടെ കാറ് കണ്ട ഉടനെ, അല്ല ഇതേതാ കാറ്? ഇത് വാടകയ്ക്ക് ഓടുന്നതാ അച്ചമ്മേ, സ്വന്തം കാറ് വർക്ക്ഷോപ്പിലാണ് ഉള്ളത്. ഓ ആണല്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അച്ചമ്മേനെ കണ്ടത്, അച്ചമ്മേ ഇതാരാ വന്നിരിക്കുന്നത്? എൻ്റെ പൊന്ന് കള്ളി, നീ ഒന്നും പറയാതെയാണല്ലോ ഇങ്ങോട്ട് വന്നത്. അച്ചമ്മേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ എടുത്തിങ്ങനെ വട്ടം കറക്കാൻ തുടങ്ങി. ഇപ്പം മതി ഇവിടെ വട്ടം കറക്കലൊന്നും വേണ്ട. ദേ നിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ ഞാൻ താഴെ വീണ് കൈയും കാലും ഒടിഞ്ഞാലേ അവിടെ നിന്നാണ് പച്ചമരുന്ന് കഴിച്ച് സുഖപ്പെടുത്താം. ഇവിടെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണം, അതെനിക്ക് പറ്റത്തില്ല. ദേ അച്ചമ്മേ, ദേ എൻ്റെ ഈ മസിൽ കണ്ടോ? ഈ മസിലൊക്കെ വെച്ച് ഞാൻ അച്ചമ്മേനെ താഴെ വീഴ്ത്തുമോ? ദേ ഞാൻ ഇവളെ എടുത്തോണ്ട് പോകുന്ന അച്ചമ്മ കണ്ടതല്ലേ? ദേ ഇവളെ നീ എത്ര വേണമെങ്കിലും എടുത്തോ, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നെ നീ ഇവിടെ നിന്ന് എടുക്കണ്ട, എൻ്റെ ജീവിതം നീ കുളവാക്കരുതേ. ഒരു ദിവസം ഞാൻ അച്ചമ്മേനെ എടുക്കും, പിന്നെ എടുക്കും, നീ എടുത്തത് തന്നെ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചി അകത്തേക്ക് കയറിപ്പോയി, പുറകെ അച്ചമ്മയും നമ്മുടെ രേവതിയൊക്കെ അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ സച്ചി പറഞ്ഞു, അച്ഛ ഇതാരാ വന്നേക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ഇതാരാ അമ്മയോ? കല്യാണത്തിന് മുമ്പ് അമ്മേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനിരിക്കുകയായിരുന്നു ഞാൻ. ഏതായാലും വന്നല്ലോ എന്നിങ്ങനെ രവീന്ദ്രൻ പറഞ്ഞപ്പോഴത്തേക്കും, അതിന് ഇനി നീ വരണ്ടല്ലോടാ, ഞാൻ വന്നല്ലോ, ഇതാണ് നീ മനസ്സിൽ വിചാരിച്ചാൽ ഞാൻ ഇവിടെ എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സച്ചു പറഞ്ഞു, അച്ചമ്മ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ കാറും കൊണ്ട് അച്ചമ്മേനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേനല്ലോ. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് തന്നെ വരാൻ നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നിട്ട് അതിശയിച്ച് ഇങ്ങനെ നോക്കുക. അപ്പം ചന്ദ്രയോട് നമ്മുടെ അച്ചമ്മ ചോദിച്ചു, അല്ല നീ എന്താടി ഇങ്ങനെ വന്ന് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്നത്? അല്ല അച്ചമ്മ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോലും അല്ലല്ലോ വന്നത്, അതാ. വിളിച്ചു പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വരണോ? അല്ല രവി, കല്യാണ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായി? അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അമ്മേ. പിന്നെ കല്യാണം അടുക്കണമല്ലോ, അടുത്താലല്ലേ ആ ഒരുക്കങ്ങൾക്കൊക്കെ ഒരു ഊറ്റമുള്ളൂ എന്നിങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു. അപ്പം നമ്മുടെ അച്ചമ്മയ്ക്ക് രേവതി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അതെ വെള്ളം കുടിക്കുക, ചായ ഇപ്പം എടുക്കണോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതിയോ? കുറച്ച് കഴിഞ്ഞിട്ട് മതി മോളെ ചായ. ദേ ചന്ദ്രേ, ദേ രേവതീനെ കണ്ടുപഠിക്കട്ടോ. ഞാൻ വീട്ടിൽ വന്നപ്പം നിനക്ക് ഒരു തുള്ളി വെള്ളം തരാൻ തോന്നിയോ? രേവതി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നോക്ക്, ഇത് നീ കണ്ടുപഠിക്കണം. ഇതാണ് പറയുന്നത് രേവതിയും നീയും തമ്മിലുള്ള വ്യത്യാസം. ഇത് നീ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാ. ഇപ്പം അവൾ നിന്നെ പഠിപ്പിക്കുക, കഷ്ടമുണ്ട് എൻ്റെ പൊന്നു ചന്ദ്രയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു, രേവതി നിനക്ക് അച്ചമ്മ നല്ല പെണ്ണ് എന്ന സർട്ടിഫിക്കറ്റ് തന്നല്ലോ. എൻ്റെ അമ്മയ്ക്ക് ഇത്ര വയസ്സായിട്ടും ദേ ഇതുവരെ കൊടുത്തിട്ടില്ല എൻ്റെ അമ്മയ്ക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രയ്ക്ക് ജന്മം ആ സർട്ടിഫിക്കറ്റ് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ
ചന്ദ്ര അങ്ങോട്ട് ദേഷ്യം വന്ന് കളിച്ച് നിൽക്കാൻ കേട്ടോ. ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. പിന്നെ നമ്മുടെ ചാനൽ വ്ളോഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ പേര് ചിന്നൂസ് ഫാമിലി എന്നാണ്. നമ്മൾ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.